ഹലോ. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ശരിക്കും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റോറി ഞാൻ ഈയിടെ കണ്ടതാണ്. അതിന് മുന്നേ ഞാൻ വായിച്ചതുമായിരുന്നു. ഈ സ്റ്റോറി MT വാസുദേവൻ നായർ എഴുതിയ ഒരു സ്റ്റോറിയാണ്. ആൻഡ് അതിൻ്റെ പേര് കാഴ്ച എന്നാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ വായിച്ചവർക്കെല്ലാം ഓർമ്മ വരുന്നുണ്ടാവും. ഈയിടെ അടുത്തായിട്ട് ZEE5 നമ്മുടെ മനോരഥങ്ങൾ എന്ന് പറയുന്ന സീരീസ് വന്നു. അപ്പോൾ അതിനകത്ത് പാർവതി തിരുവോത്ത് ആ മെയിൻ ക്യാരക്ടറായിട്ട് ഈ ഒരു സ്റ്റോറിയുടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനിത് പെട്ടെന്ന് ഓർത്തതും. അപ്പോൾ ഈ ഒരു സീരീസിൽ ഞാൻ ശരിക്കും ഉദ്ദേശിക്കുന്നത് കുറച്ച് വീഡിയോസിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, എന്തെങ്കിലും സ്റ്റോറി എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോറീസൊക്കെ ആണെങ്കിലും എനിക്ക് വീഡിയോയിലൂടെ വന്ന് ഷെയർ ചെയ്യാൻ ഇഷ്ടമാണെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ഓർത്തിട്ടാണ് ആദ്യം തന്നെ ഈ സ്റ്റോറിനെ പറ്റി പറയാമെന്നായിരുന്നത്. ഞാനിവിടെ സ്റ്റോറി മൊത്തത്തിൽ വിവരിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിട്ടില്ലാത്തവർക്ക് പിന്നെ അത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റോറി മൊത്തത്തിൽ പറയുന്നില്ല. പക്ഷേ ഈ സ്റ്റോറി കണ്ടിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്. പിന്നെ കണ്ടിട്ടുണ്ട് പക്ഷേ ഓർമ്മയില്ല എന്നുള്ളവർക്ക് പിന്നെയും പോയി കാണാൻ വേണ്ടിയിട്ടൊരു റിമൈൻഡറായിട്ടും ഇതിനെ കാണാം. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ, കല്യാണം കഴിച്ച് വരുമ്പോൾ നമുക്കെപ്പോഴും ഇത് കാണുമല്ലോ. അതായത് രണ്ട് പാർട്ട്നേഴ്സ്, നമ്മൾ ഈക്വൽ പാർട്ട്ണർഷിപ്പ് അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചാണ് ഏതൊരു പെണ്ണും ഒരു കല്യാണ ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേക്കും ആലോചിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ആണുങ്ങൾക്ക് അങ്ങനെ അത്തരം ഒരുപാട് അങ്ങനെ വലിയ ചിന്ത കാണില്ല. ഭൂരിപക്ഷം ആണുങ്ങൾക്കും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ജനറലൈസേഷൻ നമ്മൾ ടോട്ടലി അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാത്തിനകത്തും കുറച്ച് ആൾക്കാർ ഇങ്ങനെയാണ്, കുറച്ച് ആൾക്കാർ അങ്ങനെയാണ്. പിന്നെ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ ചിന്തിക്കുന്നവരാണെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്കും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളെപ്പോഴും കല്യാണം കഴിക്കുമ്പം ഈക്വൽ പാർട്ട്ണർഷിപ്പ് ആയിരിക്കണം. എൻ്റെ ഹസ്ബൻഡും ഞാനും ഈക്വൽ പാർട്ട്നേഴ്സാണ്. ഞങ്ങളെല്ലാ കാര്യവും റെസ്പോൺസിബിലിറ്റീസൊക്കെ ഒരുപോലെ ഷെയർ ചെയ്ത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾക്ക് അങ്ങനെ ഒരു ഫിക്സ്ഡ് ഇത് ഉണ്ടായിരിക്കണം. അല്ലാതെ ആണ് പെണ്ണിൻ്റെ മേലിൽ അങ്ങനെ അധികാരത്തോടുകൂടി നിൽക്കാനോ അല്ലെങ്കിൽ പെണ്ണാണിൻ്റെ മേൽ അധികാരത്തോടെ നിൽക്കാനോ അങ്ങനെ ഒരാൾക്ക് മാത്രം അധികാരം കൊടുക്കുന്ന ഒരു കാര്യമൊന്നും അല്ല കല്യാണം എന്നുള്ള രീതിയിലാണ് നമ്മളെപ്പോഴും ആലോചിക്കുന്നൊരു കാര്യം. അപ്പോൾ ഞാനിത് ശരിക്കും എനിക്കിതിനകത്ത് വളരെ അതിശയം തോന്നിയൊരു കാര്യം, ഈ MT അന്ന് കുറച്ച് നാൾ മുന്നേ എഴുതിയ സ്റ്റോറിയാണല്ലോ. അതിനകത്ത് എങ്ങനെ പുള്ളിക്കാരൻ ഇത്ര നല്ല രീതിയിൽ ആ ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവ് എങ്ങനെ എഴുതി എന്നുള്ളത്. കാരണം ഈ സ്റ്റോറി മൊത്തത്തിൽ ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവിലാണ് പോകുന്നത്. അതിൻ്റെ മെയിൻ ക്യാരക്ടർ ഒരു ഫീമെയിലാണ്. ആൻഡ് ആ പുള്ളിക്കാരുടെ ജീവിതം കാണിക്കുമ്പോൾ ആ പുള്ളിക്കാരുടെ തോട്ട്സും ഒക്കെയാണ് കാണിക്കുന്നത്. അതിനകത്ത് പുള്ളിക്കാരന് ഒരു ആണാണ് എഴുതുന്നത്. അയാൾ ഇത്ര നല്ല മനോഹരമായിട്ട് എങ്ങനെ ആ സ്ത്രീയുടെ ഒരു മനോവികാരങ്ങളൊക്കെ പുള്ളിക്കാരൻ എങ്ങനെ മനസ്സിലായി എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് അതിശയം തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ ഈ സ്റ്റോറി തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്തെ എല്ലാ പെണ്ണുങ്ങളും കാണേണ്ട ഒരു സ്റ്റോറിയാണ്. പെണ്ണുങ്ങൾ മാത്രമൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാ ആണുങ്ങളും എല്ലാവരും കാണേണ്ട ഒരു സ്റ്റോറിയാണ്. വളരെ നല്ല രീതിയിൽ എടുത്തേക്കുന്നതുമാണ്. നിങ്ങൾക്ക് ഇനിയിപ്പം ബുക്ക് വായിക്കാൻ മടിയുള്ളവർക്ക് സീരീസ് കണ്ടെങ്കിലും ആ സ്റ്റോറീനെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക സ്റ്റോറിയും വായിക്കണം എന്ന് തന്നെയാണ്. കാരണം ആ ഓഥറിൻ്റേതായ ആ തനതായ ശൈലിയിൽ അത് എഴുതിയേക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളത് ഇമാജിൻ ചെയ്യുന്നതും ഭയങ്കര വ്യത്യാസമാണ്. വേറൊരാളുടെ ഇമാജിനേഷനിലൂടെയാണ് നമ്മൾ സിനിമ കാണുന്നത്. പക്ഷേ നമ്മുടെ സ്വന്തം ഇമാജിനേഷനിലൂടെ അതിനെ വിഷ്വലൈസ് ചെയ്യുന്നത് അത് വേറൊരു എഫക്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ ഈ സ്റ്റോറിയുടെ മെയിൻ കഥ എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. അതായത് ആ സ്ത്രീ ആ മാരേജിലേക്ക് ഇങ്ങനെ ഒരു എക്സ്പെക്റ്റേഷനിലൊക്കെ വന്നിട്ടായിരിക്കും. പക്ഷേ മാരേജിൽ പുള്ളിക്കാരി സാറ്റിസ്ഫൈഡ് അല്ല. പുള്ളിക്കാരുടെ ഹസ്ബൻഡ് അങ്ങനെ ഒരു ഈക്വൽ പാർട്ട്ണർഷിപ്പ് അല്ല കാണിക്കുന്നത്. റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എടുക്കാൻ വളരെ മടി കാണിക്കുന്ന ഒരാൾ. പൊതുവേ അയാളുടെ ഹെൽത്തിൽ തന്നെ അയാൾ ശ്രദ്ധിക്കാതെ ഭയങ്കര കള്ളുകൂടിയും ഒക്കെ ആയിട്ട് നടക്കുന്നു. അയാളുടെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് വരുന്നു. പിന്നെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ആ സ്ത്രീക്ക് വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സംഗീതം. അപ്പോൾ പുള്ളിക്കാരി കർണാടക സംഗീതത്തിൽ വളരെ നല്ല പ്രാക്ടീസോടെയൊക്കെ കച്ചേരിയൊക്കെ ഇടയ്ക്ക് നടത്താൻ പോകുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരി അതിനെക്കുറിച്ചൊക്കെ ഇത്ര പാഷനേറ്റ് ആയിട്ട് സംഗീതത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും ഈ ഹസ്ബൻഡിന് പ്രത്യേകിച്ച് അതിനോട് യാതൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം പുള്ളിക്കാരുണ്ടായിരുന്ന ആ ഒരു എക്സ്പെക്റ്റഡ് റെസ്പോൺസ് അല്ല കിട്ടുന്നത്. പക്ഷേ സ്റ്റിൽ ഷീ മാനേജസ് ടു സ്റ്റേ വിത്ത് ദറ്റ് പേഴ്സൺ. അങ്ങനെ കുറച്ചധികം കാലം ഇവർ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ പെട്ടെന്ന് എപ്പോഴും പുള്ളിക്കാരിക്ക് ഇങ്ങനെ മടുത്ത് തുടങ്ങിയിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് ആ സ്റ്റോറി കാണിക്കുന്നത്. അതായത് ഇടയ്ക്ക് എപ്പോഴും ഇങ്ങനെ മടുക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ആ ഒരു തീരുമാനം എടുക്കാൻ പേടി. കാരണം നമ്മുടെ സൊസൈറ്റീനെയൊക്കെ പേടിച്ചിട്ട്, അതായത് ഞാനിനി ഇങ്ങനെ പിരിഞ്ഞ് താമസിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇയാളെ വിട്ടിട്ട് പോവാണ്, കല്യാണം കഴിച്ചിട്ട് നമ്മളത് മുറിച്ചിട്ട് പോകുമ്പോഴത്തേക്കും ആൾക്കാർ പിന്നെ ചോദ്യം ചോദിക്കില്ല, അയാൾ എന്ത് എന്നുള്ളൊരു ചോദ്യം എപ്പോഴും വരില്ല. ഹസ്ബൻഡ് വന്നില്ലേ എന്നുള്ളൊരു ചോദ്യം ഇങ്ങനെ വരും. അപ്പോൾ അതൊക്കെ എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് ഓർത്തിട്ടായിരിക്കും പുള്ളിക്കാരി അത്ര നാളും പിടിച്ചു നിന്നത്. പിന്നെ കുറേ സഹിക്കിട്ട് കഴിഞ്ഞപ്പം പുള്ളിക്കാരി ഫൈനലി എന്തോ ചെയ്തു, വേർപിരിഞ്ഞു എന്ന് തോന്നുന്നു. അങ്ങനെ വേർപിരിച്ച് ഫൈനലി നാട്ടിലേക്ക് വരുന്നു. അപ്പോൾ ഇവരിതെല്ലാം മദ്രാസിലായിരുന്നു. അതിനിടയ്ക്ക് പുള്ളിക്കാരിക്ക് ഈ കച്ചേരി ഇങ്ങനെ നടത്തുന്നുണ്ടല്ലോ, പാട്ട് കച്ചേരിക്കൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നതുകൊണ്ട്
ഈ പാട്ട് കച്ചേരിക്ക് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തുമായിരുന്നു, പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇവർക്കൊരു സ്പേസ് വേണമായിരുന്നു. അങ്ങനെ ചോദിച്ചപ്പം ഇവളുടെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന വേറൊരു കൊലീഗ് പറഞ്ഞു, എനിക്ക് പരിചയത്തിൽ ഒരാളുണ്ട്, അയാളുടെ ഫാമിലി പരമായിട്ട് അവർ ഇച്ചിരി കലാപരമായിട്ടൊക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് അവർക്ക് അവരുടെ തറവാട് കിട്ടിയപ്പം ഈ പുതിയ ജനറേഷനിൽ വന്ന് ഇങ്ങേര് ആ ഒരു തറവാട് ഇയാളിങ്ങനെ ആർട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്പേസ് അങ്ങനെ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രാക്ടീസ് ചെയ്യാനോ ഡാൻസ് പ്രാക്ടീസോ ഡാൻസ് ക്ലാസ്സസോ മ്യൂസിക് ക്ലാസ്സസോ അതൊക്കെ വെക്കാനായിട്ട് പുള്ളിക്കാരൻ ആ സ്പേസ് റെൻറ്റിന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പാർവതിയുടെ ക്യാരക്ടർ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. എന്നിട്ട് അയാളുടെ ഇടയ്ക്ക് ഇതിങ്ങനെ ചോദിക്കുന്നു, എനിക്ക് ഈ സ്പേസ് കിട്ടുമെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, ഓക്കെ നിങ്ങൾ കർണാടക സംഗീതത്തിലാണോ, എന്താണ് നിങ്ങളുടെ പ്ലാൻ, പാട്ട് കച്ചേരി, ഓക്കെ ഫൈൻ. അങ്ങനെ പുള്ളിക്കാരൻ ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടി പറയുന്നുണ്ട്, ഓക്കെ ഫൈൻ നിങ്ങൾ എടുത്തോന്ന്. റെൻറ്റിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അതൊന്നും നിങ്ങൾ നോക്കണ്ട, പ്രാക്ടീസൊക്കെ തുടങ്ങിക്കോളൂ, നമുക്ക് എന്നിട്ട് പയ്യെ റെൻറ്റിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്താൽ മതി. അപ്പോൾ അയാൾ കൂടുതലും പൈസനേക്കാൾ കൂടുതൽ ആ ഒരു കലയോടുള്ള ഒരു ഇൻട്രസ്റ്റോടു കൂടിയാണ് പറയുന്നത്. പിന്നെ പുള്ളിക്കാരൻ തന്നെ ആ ഒരു കലാപരമായ ഫാമിലിയിൽ നിന്ന് വരുന്നതുകൊണ്ട് അയാൾക്കും സംഗീത ജ്ഞാനമൊക്കെ ഉണ്ട്. അങ്ങനെ ഇവരുടെ പ്രാക്ടീസിൻ്റെ ഇടയിലൊക്കെ വന്ന് പുള്ളിക്കാരൻ ഇങ്ങനെ കേട്ട് നോക്കിയപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ആസ്വദിക്കുന്നതൊക്കെ ഉണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ തന്നെ പുള്ളിക്കാരൻ്റെ സംഗീത ജ്ഞാനത്തെ പറ്റിയും കുറച്ച് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുള്ളിക്കാരൻ അറിയാവുന്ന സംഗീതത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്, അതിനിടയ്ക്കൊന്ന് ചുമ്മാ പാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു രീതി നോക്കുകയാണെങ്കിൽ ഇവർ തമ്മിലൊരു കണക്ഷൻ ഇങ്ങനെ പയ്യെ ഫോം ചെയ്ത് വരുന്നുണ്ട്. അതായത് ഈ നമ്മുടെ മെയിൻ കഥാപാത്രവും പിന്നെ ഈ ഒരു അദ്ദേഹത്തിൻ്റെ തറവാട് റെൻറ്റിന് കൊടുത്തേക്കുന്ന അയാളും. കാരണം അയാളും ഇവരും തമ്മിൽ നല്ല സിമിലാരിറ്റീസ് ഉണ്ട്. സോ ഇങ്ങനെ ഇടയ്ക്ക് സംഭവിക്കാവുന്ന കാര്യമല്ലേ, ഇപ്പോഴും ഇത് ഇന്നും റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടും ചിലപ്പം ആൾക്കാരെ കണ്ടുമുട്ടാമല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു, ഇയാൾ എൻ്റെ ഹസ്ബൻഡിനേക്കാളും കൂടുതൽ എനിക്ക് ഇയാളോട് കണക്ഷൻ തോന്നുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ തോന്നുന്ന കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അത് ഞാൻ അങ്ങനെ എല്ലാവരും വഴിതെറ്റി പോകണമെന്നല്ല പറയുന്നത്, ആൻഡ് ഇത് വഴിതെറ്റേണ്ട റീസൺ ആണെന്നും അല്ല പറയുന്നത്. പക്ഷേ ഇറ്റ്സ് നോർമൽ. അതായത് നമുക്ക് കല്യാണം കഴിഞ്ഞ് തോന്നുകയാണ് എൻ്റെ ഹസ്ബൻഡ് ഞാൻ ഉദ്ദേശിച്ച പാർട്ട്ണർ അല്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ പിന്നെ അതിൽ കടിച്ചു തൂങ്ങി കിടക്കണോ, അതോ അത് പിരിഞ്ഞു പോയിട്ട് അയാൾക്ക് പറ്റിയ ഒരാളെ കണ്ടെത്തട്ടെ, ഞാൻ എനിക്ക് പറ്റിയ ഒരാളെ കണ്ടെത്തട്ടെ, അല്ലെങ്കിൽ എനിക്ക് ആളെ വേണ്ട എന്ന് വെക്കുന്നതിലും എന്താണ് തെറ്റ്? സോ ഡിവോഴ്സ് അല്ലെങ്കിൽ വേർപിരിഞ്ഞ ഒരു സെപ്പറേഷൻ ആഫ്റ്റർ മാരേജ് എന്ന് പറയുന്നത് ഒരു വളരെ നോർമലൈസ് ചെയ്യേണ്ട കാര്യമാണെന്നാണ് എനിക്കും കണ്ടിട്ട് തോന്നിയത്. കാരണം ഇന്നത്തെ കാലത്താണെങ്കിൽ ഇപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഫേമസ് അല്ല ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യമാണ്. ആൾക്കാർക്ക് പിടിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് ചെയ്ത് പോവാണ്. പക്ഷേ ഒരുവിധം ഒരു കൺവെൻഷണൽ ഫാമിലി സെറ്റപ്പിൽ അല്ലെങ്കിൽ ഭയങ്കര കൺസർവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് ഭയങ്കര മോശമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാറുണ്ട്. ഇനിയിപ്പം എത്ര പെട്ടെന്നാണ് പിരിയുന്നതെന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്നുള്ള രീതിയിൽ ആദ്യമേ തന്നെ കല്യാണം കഴിക്കുമ്പോൾ തന്നെ ഇവർ ഇതായിരിക്കും പറയുന്നത്. പക്ഷെ അതിനകത്ത് എന്താ ഇത്ര വലിയ മോശം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനും ഇതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്കും അങ്ങനെയാണ് തോന്നിയത്. കല്യാണം കഴിക്കുമ്പോൾ എല്ലാവരും ഒരു എക്സ്പെക്റ്റേഷനോടാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ആൾക്കാർ പറയും, നമ്മളങ്ങനെ ഇച്ചിരിയൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാത്ത ഒരു ജീവിതവും ഇല്ലല്ലോ, അങ്ങനെയൊക്കെ പറയും. പക്ഷേ ദ സ്റ്റോറി ഈസ് ഓൾ അബൌട്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി ഫൈൻഡ് ചെയ്യുന്നു, അത് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളെ കണ്ടെത്തുന്നു. ആൻഡ് നിങ്ങൾ അങ്ങനത്തെ ഒരു റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു നിങ്ങളുടെ പാർട്ട്ണറായിട്ട് നിങ്ങൾക്ക് കിട്ടിയത്. അപ്പം ഷീ ഡിസൈഡഡ് ടു സെപ്പറേറ്റ് ഫ്രം ഹിം. അങ്ങനെ പുള്ളിക്കാരിക്ക് ഒരു റീബർത്ത് വന്ന ഒരു ഫീലാണ് ആ ഒരു സ്റ്റോറിയിൽ അവർ പിക്ചറൈസ് ചെയ്തേക്കുന്നതും ആ രീതിയിലാണ്. ഭയങ്കര ഒരു റീബർത്ത് വന്ന രീതിയിലൊക്കെ ഞാൻ ആ ഒരു മോശം മാരേജിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നു, ഇനി ഞാൻ ഒരു പുതിയ ആളാണ് എന്നുള്ളൊരു ഫീൽ. അത് ശരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയവർക്ക് അത് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അല്ലാത്തവർക്ക് അത് പെട്ടെന്ന് ഇതെന്തൊരു തന്നിഷ്ടക്കാരിയാണെന്നോ അങ്ങനെയൊക്കെ തോന്നിയേക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വളരെ നോർമലായിട്ട് വേണം കാണാൻ. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ അത് സംഭവിച്ചില്ല എങ്കിൽ ഓക്കെ ഗുഡ്. പക്ഷെ മറ്റൊരാളൊരു ബാഡ് മാരേജിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഒരിക്കലും അവരുടെയൊക്കെ നിങ്ങൾ അതിനകത്ത് തന്നെ ഇരുന്നോളൂ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊന്നും പറയുന്നത് എനിക്ക് തോന്നില്ല അത് ശരിയാണെന്ന്. അതിനകത്തുനിന്ന് അവർക്ക് എന്താണോ നല്ലത് അതാണ് അവർ ചെയ്യേണ്ടത്. അതെപ്പോഴും നമ്മൾ അതിലേക്കായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഐ എം വെരി പ്രൗഡ് ടു സേ ദാറ്റ് ഇങ്ങനൊരു സ്റ്റോറി നമ്മുടെ മലയാളത്തിൽ MT വാസുദേവൻ എന്ന ഒരു മെയിൽ ഓഥറിന് ഇങ്ങനൊരു ഫീമെയിൽ പെർസ്പെക്റ്റീവ് എഴുതാൻ പറ്റിയെന്നുള്ളത് I feel very proud about it and I feel so respectful about him. അങ്ങനെ പുള്ളിക്കാരൻ അത് എങ്ങനെ ചിന്തിക്കാൻ പറ്റിയെന്നുള്ളതിൽ ഐ ഫീൽ റിയലി ഹാപ്പി ദാറ്റ് അങ്ങനെ ഒരു മാൻ അത് ചിന്തിക്കാൻ പറ്റിയല്ലോ, ഒരു വുമൻ്റെ പെർസ്പെക്റ്റീവ്. ആൻഡ് ഇറ്റ്സ് സോ റൈറ്റ് പെർസ്പെക്റ്റീവ്. അതുകൊണ്ട് ആ ഒരു രീതിക്കും എനിക്ക് ഈ സ്റ്റോറി വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനത് ഈ വീഡിയോയിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ ടു എക്സ്പ്ലെയിൻ ആ സ്റ്റോറിക്കകത്ത് ഞാൻ ഈ സ്റ്റോറി തന്നെ കൊണ്ടുവന്നത്. അപ്പം ഇതുവരെ വായിച്ചിട്ടുള്ളവർക്കും അല്ലാതെ കണ്ടവർക്കാണെങ്കിലും നിങ്ങൾക്ക് ഈ സ്റ്റോറിനെ പറ്റിയുള്ള അഭിപ്രായം പറയാം. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറിയാണ്. ആൻഡ് ഞാനിതിനെ ഈ ഒരു രീതിയിലാണ് ഇൻ്റർപ്രറ്റ് ചെയ്തേക്കുന്നത്. സോ ഫൈനലി ഷീ ഗോട്ട് ദാറ്റ് റീബർത്ത്
ആൻഡ് ആ ഒരു കണക്ഷൻ ഫോം ചെയ്തത് അത് ആയിരിക്കും പിന്നെ മുന്നോട്ട് പോവുക. വാട്ട് വിൽ ഹാപ്പൻ അബൌട്ട് ദാറ്റ് കണക്ഷൻ അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല, അത് ഫ്യൂച്ചർ എന്താകുമെന്നൊന്നും അറിയില്ല. ബട്ട് ദെൻ ഷീ വാസ് ഇൻ എ ബാഡ് മാരേജ്, ഷീ റിയലൈസ്ഡ് ഇറ്റ് ആൻഡ് ഷീ കെയിം ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് അത് കഴിഞ്ഞ് ഷീ ഫെൽറ്റ് ലൈക്ക് എ റീബർത്ത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്റ്റോറി മെയിനായിട്ട്. അപ്പം കണക്റ്റ് ആയവരും റിലേറ്റ് ചെയ്യാൻ പറ്റിയവരും പിന്നെ ഇതേ സ്റ്റോറീനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായവും കമൻസിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ആൻഡ് പിന്നെ ഇനി ഏതെങ്കിലും സ്റ്റോറി പ്രത്യേകിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അറിയിക്കുക. പിന്നെ എല്ലാ സജഷനും നിങ്ങൾ കമൻറ്റിൽ തന്നെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി DM ചെയ്യാവുന്നതുമാണ്. DM ചെയ്യാനാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് നിങ്ങൾ DM ചെയ്താൽ മതി. കമൻസ് ആയിട്ട് ഇപ്പം എന്താ പറയുക, ഞാൻ എന്തുകൊണ്ട് അത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ കമൻറ്റും ചിലപ്പം നെഗറ്റീവും പോസിറ്റീവും വരാം. അപ്പം പോസിറ്റീവ് കമൻസ് ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഊർജ്ജം തരുന്ന കാര്യമാണ്, നെഗറ്റീവ് കമൻസ് ആണെങ്കിലും നമ്മളത് നന്നാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം നെഗറ്റീവ് കമൻസ് ഇസ് ഓൾവേസ് വെൽക്കം. പക്ഷെ അത് നിങ്ങൾ DM ചെയ്യുവാണെങ്കിൽ എനിക്ക് ഇച്ചിരി കൂടി ഹാപ്പിനെസ് ആയിരുന്നേനെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ തന്നെ ഇടാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആയിക്കോളൂ, ഞാനത് പറയാൻ ആളല്ല. ഓക്കെ, സോ എന്തായാലും ദാറ്റ്സ് ഓൾ. താങ്ക് യു എവരി വൺ ഫോർ വാച്ചിങ് ദിസ്. ആൻഡ് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് അറിയിക്കുക. കാരണം ഇത് ഓൾ അബൌട്ട് ഡിസ്കഷനാണ്, അല്ലാതെ ഞാൻ വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. എനിക്കിങ്ങനെ ഒരു സ്റ്റോറി കിട്ടി അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും അതിൻ്റെ തോട്ട്സ് പറയാനും എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ, താങ്ക് യു.